റസൂലിന്റെ സഹാബത്തിന്റെ കുടുംബങ്ങളടക്കമുള്ളവര് പട്ടിണിയിലാണ് റബ്ബേ. കുടിക്കാൻ വെള്ളമില്ല അല്ലാ. അവരെ നിന്നോട് ഇന്ന് പാതിന് പട്ടാപ്പകല് നിന്നോടും മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ അല്ലാ. പക്ഷേ നീ അവർക്കും മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, നീ മഴ കൊടുത്തില്ലല്ലോ റബ്ബേ. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, യാ റബ്ബ്, യാ റബ്ബ്, യാ റബ്ബ്, എന്റെ അല്ലാഹുവേ, അഖ്സംതു ബിസ്മിക, നിന്റെ നാമത്തിൽ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്, മദീനക്കാർക്ക് മഴ കൊടുക്കണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? കറുകറുത്ത ഒരു അടിമ, ഒരു ആഫ്രിക്കൻ അടിമ. പടച്ചവനെ, മദീനക്കാര് ചോദിച്ചിട്ട് നീ കൊടുത്തില്ലല്ലോ റബ്ബേ. ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയാണ്, പാതിരാത്രിയിൽ അയാള് പറയാണ്, നീ മദീനക്കാർക്ക് മഴ കൊടുക്കണേ അല്ലാ. മഹാനവറുകൾ പറയാ, അബ്ദുള്ള മഹാനവറുകൾ, ഇമാം അബ്ദുള്ള റഹിമഹുല്ല പറയാ, ഇത് കേട്ടപ്പോ ഞാൻ അവിടെ കിടന്ന അടുപ്പിൽ തന്നെ വിചാരിച്ചു, മജ്നൂൻ, ഭ്രാന്തൻ, ഇയാളെന്തോ ഒരു മുതുഭ്രാന്തനാണ്, ഇയാളെന്തോ ഒരു പമ്പര വിഡ്ഢിയാണ്. ഇന്ന് നട്ടുച്ച നേരത്ത് ദുആ ചെയ്തതാരാ? ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളും താബീങ്ങളും അടക്കമുള്ള മഹാരഥന്മാരും പണ്ഡിത വരേണ്യരും ദുആ ചെയ്തിട്ട് കൊടുക്കാത്ത മഴ. പാതിരാത്രി ഒരു കാപ്പി അടിമ വന്നിട്ട് പറയാണ്, ഇപ്പൊ കൊടുക്കണയല്ലോ. ഞാൻ ആ കിടപ്പിൽ മനസ്സിൽ ഊറിച്ചിരിച്ചു, മജ്നൂന്, ഇയാളെന്തോ ഒരു ഭ്രാന്തനാണ്. ആ ചിന്ത അവസാനിച്ചില്ല. അവസാനിക്കുന്നതിന് മുമ്പേ പള്ളിയുടെ ജനലിന്റെ ഭാഗത്തൂടെ വെളിയിലോട്ട് നോക്കിയപ്പോ ഞാൻ പെട്ടെന്ന് ഇടിമുഴങ്ങുന്ന ശബ്ദം കേട്ടു. പള്ളിയുടെ ജനാലവാതിലിന്റെ ഇടയിലൂടെ മിന്നൽ പിണരുകളുടെ വെളിച്ചം കണ്ടു. അത്ഭുത ശബ്ദനായി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ മദീനയിൽ അതേവരെ കാണാത്ത മഴ ആകാശത്ത് തിമിർത്തു പെയ്യുകയാ. ആകാശത്തൂടെ മഴത്തുള്ളികൾ തടം തല്ലിയാ തൊടുകയാ. ഞാൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് നോക്കിയപ്പോ ആ കിടന്ന കിടപ്പിൽ അവിശ്വസനീയമായി ഇന്ന് നട്ടുച്ച നേരത്ത് മഹാന്മാരെ കൈവത്തിയിട്ട് കിട്ടാത്ത മഴ അന്ന് രാത്രി പെയ്തപ്പോ ഈ മനുഷ്യൻ ഇപ്പൊ കൊടുക്കണം റബ്ബേ എന്ന് പറഞ്ഞപ്പോ മഴ പെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതത്തോട് നോക്കി. അപ്പൊ ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ, ഞാൻ ആരാണ് റബ്ബേ? മഴ പെയ്തപ്പോ ആ മനുഷ്യൻ ഇപ്പൊ കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു മഴ പെയ്യുന്നത് കബീപ്പിക്കുന്നത് കണ്ടപ്പോ ആ കാഫിര് കരയാൻ തുടങ്ങി. അല്ലാഹുവേ, ഞാൻ ആരാണ് അല്ലാ? ഞാൻ പറഞ്ഞ ഉടനെ നീ മദീനക്കാർക്ക് മഴ പെയ്തോ അല്ലാഹുവേ. ഞാൻ നിനക്ക് ഹംദ് പറഞ്ഞിട്ട് ഈ പള്ളിയിൽ ഇരിക്കുകയാണ്. അയാള് പറയാൻ തുടങ്ങി, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ദിക്റും പറഞ്ഞ് സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നവരെ ആ കാപ്പിരി അടിമ ഇരുന്ന ഇരിപ്പിലെ ഹംദ് പറയാൻ തുടങ്ങി. സുബ്ഹി നിസ്കാരത്തിൽ ആളുകൾ മദീനയിലേക്ക് വരുമ്പോഴും മദീനയുടെ ആകാശമേഘങ്ങളുടെ മുകളിലൂടെ മഴത്തുള്ളികളെ തടം തല്ലി ആ തൊടുകയാ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ ആ മനുഷ്യനെ കണ്ടില്ല. പെട്ടെന്ന് ഞാൻ മദീനക്കാര് സന്തോഷത്തോടെ തുള്ളിച്ചാടി മഴ കിട്ടിയല്ലോ. ഇന്നലെ പകലില് നമ്മൾ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഇമാമവറുകളെ പറയാൻ എനിക്കല്ലേ അറിയാവൂ ആ ദുആ ചെയ്തത് ഈ കറുകറുത്ത അടിമയാണെന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ച് യാത്രയായി. മൈത്രയിലെ ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളും ഒന്നുമല്ല സഹോദരങ്ങളെ. വാക്കവി അള്ളാന്റെ മുമ്പിൽ ഒരു പുൽച്ചാടിയുടെ വിലയില്ലാത്തവനാണ്. നിങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പുൽച്ചാടിയുടെ വിലയില്ലാത്തവനാണ്. ഞാൻ ആ മനുഷ്യനെ അന്വേഷിച്ചു പോയപ്പോ ആ മനുഷ്യന്റെ വീട് ഞാൻ കണ്ടുപിടിച്ചു. അയാൾ ആരെന്നറിയോ? ആ നാട്ടിലെ ചെരുപ്പ് കുത്തിയാണ് ആ പാവപ്പെട്ട കറുകറുത്ത അടിമ. കേട്ടോളി നിങ്ങൾ, നമ്മളൊക്കെ ആരാധ തിരിച്ചറിഞ്ഞോളി. നമ്മളൊക്കെ താടിയുണ്ട്, തൊപ്പിയുണ്ട്, പടച്ചറപ്പിന്റെ വലിയ ആളുകളാണെന്നുള്ള അഹങ്കാരമുണ്ട്. വാക്കവി ദുആ ചെയ്താ സ്വീകരിക്കും, ദറസി ദുആ ചെയ്താ സ്വീകരിക്കുമെന്ന് പറയാറുണ്ട്. ആ മനുഷ്യനാ നാട്ടിലെ സമ്പന്നന്മാര് കാലിൽ കിടക്കുന്ന ഷൂസ് തുടച്ചു കൊടുക്കുന്ന ചെരുപ്പ് കുത്തിയാൽ. ഞാൻ ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നുപോയി. അയാള് വീട്ടിലിരുന്നിട്ട് ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് സലാം പറഞ്ഞപ്പോ അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, നിങ്ങളാരാ? ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അലസ്ത സാഹിബു ബാരിഹത്തിൽ ഊലാ, അലസ്ത സാഹിബു ബാരിഹത്തിൽ ഊലാ, ഇന്നലെ രാത്രിയിൽ പള്ളിയിൽ വന്ന് നിങ്ങളല്ലേ ദുആ ചെയ്തത്? നിങ്ങൾ ദുആ ചെയ്തപ്പോഴല്ലേ ഇന്നലെ മദീനയിലെ മഴ പെയ്തത്? ഇത് പറയേണ്ടത് ആവശ്യമാ. മനുഷ്യൻ ചാടി എഴുന്നേറ്റു. അയാൾ ചോദിച്ചു, ആര് പറഞ്ഞു? അത് ഞാനാന്ന്. ആര് പറഞ്ഞു? നിങ്ങൾ എവിടെ വെച്ച് കണ്ടു? ആരാണ് നിങ്ങളോട് അവിടെ വരാൻ പറഞ്ഞത്? നിങ്ങൾ അവിടെ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നോ? നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നോ? നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നോ? നിങ്ങളാണോ എന്റെ അടുത്ത് ഉറങ്ങിക്കിടന്ന മനുഷ്യന്? ആര് പറഞ്ഞത് ഞാനാണെന്ന്? ഞാനല്ല, 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 ആടിമ ഞാനല്ല. നിങ്ങൾ അങ്ങനെ പറയരുത്, വേറൊരാളോട് പറയരുത്. അദ്ദേഹം എന്നോട് ഇത് കേട്ടിട്ട് വല്ലാതെ ഭ്രാന്തനെ പോലെ തട്ടിക്കയറാൻ തുടങ്ങി. അദ്ദേഹം എന്നെ അടിക്കുമോ എന്ന് ഭയപ്പെട്ടപ്പോ ഞാൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നടന്നു. അദ്ദേഹം പറഞ്ഞു, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, എന്നെ കുറിച്ച് വേണ്ടാത്തത് പറയരുത്, എന്നെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്തത് പറയരുത്. അദ്ദേഹം അവിടെ നിന്ന് ഞാൻ പേടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇമാം അവറുകൾ പറയാൻ, പിറ്റേ ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു വന്നില്ല. അതിന്റെ പിറ്റേ ദിവസവും പ്രതീക്ഷിച്ചു വന്നില്ല. നിരാശയോടെ മൂന്നാമത്തെ ദിവസം വീണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ചു പോയപ്പോ അവിടുത്തെ അയൽപക്കക്കാര് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ അന്വേഷിച്ച് വീട്ടിൽ വന്നത്? നിങ്ങൾ അന്നത്തെ ദിവസം വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോയപ്പോ അതേ നിമിഷം തന്നെ അദ്ദേഹം പാണ്ടക്കെട്ട് മുറുക്കിയിട്ട് ഇവിടെ നിന്ന് എവിടേക്കോ യാത്രയായി പോയി. ഇപ്പഴാ മഹാനവറുകൾ ഈ വീട്ടിലില്ല. ചിന്തിക്ക് സഹോദരങ്ങളെ, ഒരാളറിഞ്ഞാലും പിന്നെ രണ്ടാളറിയൂലേ? അവരറിഞ്ഞാൽ പിന്നെ 10 ആളറിയൂലേ? 10 പേരറിഞ്ഞാലും പിന്നെ നാട് മുഴുവനും അറിയൂലേ? പിന്നെ ദുആ സമ്മേളനത്തിന് കൈ പിടിച്ചു മുത്താനും ആളുകൾ വരില്ലേ? എന്റെ രഹസ്യം വെളിവായല്ലോ അല്ലാ. ഞാനും നീയും തമ്മിലുള്ള രഹസ്യമായ ആ ബന്ധത്തിന്റെ മറനീക്ക് പുറത്തു വന്നല്ലോ അല്ലാ എന്ന് പറഞ്ഞ മഹാനവറുകൾ അവിടെ നിന്ന് യാത്രയായെന്ന് ഇമാമുന മഹാനവറുകൾ നമ്മോട് രേഖപ്പെടുത്തി തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മളാരും അറിയാത്ത നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനോട് അടുപ്പമുള്ള ചെരുപ്പ് കുറ്റികളുണ്ട്, അള്ളാഹുവിനോട് അടുപ്പമുള്ള കൂലിപ്പണിക്കാരുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന പള്ളിയിലെ ഏറ്റവും വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിമാരുണ്ട്. അവരൊക്കെയാണ് അള്ളാഹുവിൻ നമുക്ക്, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ടാണ് അള്ളാഹു നമുക്ക് മട നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്. അള്ളാഹു നമുക്ക് ആ ബോധം നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഈ